സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ചേമ്പല ഉണ്ടല്ലേ, ചേമ്പ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കറി ഒക്കെ വെക്കുമ്പോൾ, അതായത് പന്നി ഇറച്ചിയായാലും ബീഫായാലും കോഴിയായാലും അതിൻ്റെ കൊഴുപ്പ് നമുക്ക് വലിയ വിഷയമുണ്ടാകും, നമ്മുടെ കയ്യിലൊക്കെ പറ്റും, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊരു ചെറിയ ടിപ്പാണ്. എൻ്റെ അമ്മയുടെ അമ്മ എനിക്ക് പണ്ട് തൊട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയും ഇതൊക്കെ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാനിതൊന്ന് ടിപ്സ് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചേമ്പല ചിലർക്ക് ചൊറിയും, പക്ഷേ ഈ ചേമ്പിൻ്റെ ഇല ഇച്ചിരി ചാറായിട്ട് നമ്മുടെ ഈ വെള്ളത്തിൽ ഇതേപോലെ ചെയ്താണ്ടാ ഇതേപോലെ കഴിഞ്ഞാൽ അത് നോക്കേ, നിങ്ങൾ നോക്കേ, എന്ത് സുതാര്യമായിട്ട്, അതാണ് ഒരു കൊഴുപ്പ് പോലും ഇല്ല, നല്ല സുതാര്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല ബീഫാണ്. ഞാൻ ഈ വാരിയലിൻ്റെ ഇറച്ചി നോക്കി മേടിച്ചതാണ്. വേണ്ടേ, എവിടെയെങ്കിലും ഒരു ശകലം ഇതുണ്ടോ നോക്കേ, ഒരു ഇതുമില്ല, നല്ല നേർമലായിട്ട് നമ്മുടെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ നല്ല വൃത്തിയായി കിട്ടാൻ ചേമ്പിൻ്റെ ഇല ഞെടി പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ഈ ഇറച്ചി ഒന്ന് കഴുകിയെടുത്ത് നോക്കേ, എന്തുമാത്രം വൃത്തിയാവും. ഒരു കെമിക്കലും ചേർക്കണ്ട, വൃത്തിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഒരു അഴുക്കുമില്ല. ചേമ്പിൻ്റെ ഇല അതിനകത്ത് ഇച്ചിരി അംശം എന്തെങ്കിലും വന്നാലും നമുക്ക് നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൊല്ലക്കാരുടെ ട്രിപ്പാണ്. അതൊരു ഒരു കാര്യമാണ്, കുണ്ട്രക്കാരുടെ. വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങളുടെ നസ്രാണികളുടെ ഒരു ചെറിയ പൊടിക്കയ്യാണ്. ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഗുണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.